കള്ളം പറയുന്നോടാ തെണ്ടി. നീ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ ഫോട്ടോ ഇവന്റെ കയ്യിൽ വരുന്നത്? ഒരു ഫോട്ടോയിൽ എന്ത് കാര്യം? എന്റെ വീട്ടിൽ യേശുസിന്റെ ഫോട്ടോ ഉണ്ട് എന്ന് വിചാരിച്ച് യേശുസിനെ കൊല്ലാൻ ഏൽപ്പിച്ച ഞാനാ. ഇതിൽ എന്ത് ന്യായം? ഇപ്പൊ ഉത്തരമുട്ടിയാ. ഫോട്ടോ മാത്രമല്ല, താൻ കാശും തന്നു. ഞാൻ എപ്പോഴാണ് നിനക്ക് കാശ് തന്നെ? സമയം ഞാൻ കുറിച്ചിട്ടിട്ടില്ല. ഇയാള് കാശും തന്നു, എന്നിട്ട് ഇയാള് പറഞ്ഞു മാല തരുമ്പോ ബാക്കി കാശും തരാമെന്ന്. അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. മാലയെ കൊണ്ടുതരാൻ പറഞ്ഞത് ഇയാളല്ലേ, ഞാനാ. കാശ് കൊടുത്തയച്ചത് ഞാനാ. എവിടെയാ മാല? ഇപ്പൊ മനസ്സിലായില്ലേ? ഇവനാണ് കൊല്ലാൻ ഏൽപ്പിച്ചത്, ഞാനല്ലാന്ന്. കൊല്ലാൻ? ആരെ കൊല്ലാൻ? താൻ ആരുടെയും അടുത്ത് കാശ് കൊടുത്തിട്ട് മാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മാല വേണമെന്ന് പറഞ്ഞത് കാശ് കൊടുത്തത് ഞാനാ. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇയാളാണോ എനിക്ക് കാശ് വന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ണടയും കോപ്പും ഇല്ലായിരുന്നോണ്ട് കാശ് തന്നവന്റെ മൂച്ചി ഞാൻ ശരിക്കും കണ്ടില്ല. കല്യാണം നടത്താതിരിക്കാനുള്ള ഇയാളുടെ പ്ലാൻ ഇതൊക്കെ. കല്യാണം എന്തായാലും നടത്തില്ലെന്ന് മാത്രമല്ല, എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഏത് കാശ്? എന്ത് കാശ്? എവിടെ വെച്ച് എപ്പോ തന്നു? എടാ, നിന്റെ കെട്ടിയോൾക്ക് ഞാൻ കെട്ടിക്കൊണ്ട് കൊടുത്തതാ. അവളോട് എന്റെ കാശ് മര്യാദക്ക് തരാൻ പറയാം. ഞാനൊന്നും തന്നാണ്ടല്ലോ. ഇയാള് വെറുതെ പറയാട്ടാ. എടോ, നീ നിന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്കി എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ടോ എന്ന്. ഓഹോ, അവൾ ഇയാളോട് കാശ് മേടിച്ചോ? ഇയാൾ അവളെ കാട്ടി പലരോടും കാശ് മേടിച്ചിട്ടുണ്ട്. എന്നോട് വരെ കയ്യും കണ്ണും കാട്ടി കാശ് മേടിച്ചിട്ടുണ്ട്. ഇതിന് ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എവിടുന്നാ? എന്റെ കർത്താവേ, ഇത്രയും വൃത്തികെട്ട ഒരു കുടുംബത്തിലേക്കാണല്ലോ ഞാൻ എന്റെ മോളെ അയക്കാൻ പോയത്. മര്യാദക്ക് എന്റെ കാശ് ഇടണം. എനിക്കൊന്നും മനസ്സിലാവില്ല. പെണ്ണും പിള്ളെ വിളിച്ചോണ്ട് പോടാ. എല്ലാം ഞാൻ തെളിയിച്ച് തരാടാ. പെണ്ണ് പിടിയാ. ഞാൻ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് വരാം. ഇവനെ വിടരുത്. ഇവനെ മാത്രമല്ല ഒരാളെ വിടരുത്. ഞാനിതാ വരുന്നു.